നിന്റെ ചേച്ചിയാണോ ചാടിപ്പോയത്? അതെ. മുറിക്കകത്ത് കത്തോ കുറിപ്പോ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല സർ, മുറിയിൽ അങ്ങനൊന്നും കണ്ടില്ല. പാതിരാക്കി മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്ന് ഇറങ്ങിക്കോളും. ആ കേറ് കേറ്. അക്ബറേ സർ, ഇവിടേക്കൊന്ന് തപ്പടോ. ഈ സ്ഥലം മറ്റവന്മാരുടെ ഏരിയ സർ. രാത്രിയിൽ അണ്ണന്മാരുടെ കയ്യിലെല്ലാം പെട്ടോന്ന് നോക്കിയേറി. ചെല്ലുകല്ല്. ശരി സർ. ചേച്ചിക്ക് വല്ല ലവിന്റെ സൂക്കടും വല്ലതും ഉണ്ടോ വെച്ചേ? നമ്മൾ ഈ മെനക്കെടുന്നതൊക്കെ വെറുതെ ആവോ? ഹലോ, എന്തായി ഗൗരി, വല്ല വിവരവും കിട്ടിയോ? ഇല്ല ശങ്കർ, ഇതുവരെ ഒരു അറിവുമില്ല. താനിപ്പോ എവിടെയുള്ളേ? പോലീസ് സെർച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയാ, ഹോസ്പിറ്റൽ റോഡിലുള്ള ആ ബ്രിഡ്ജിന്റെ അടുത്ത്. ആ ശരി ശരി, ഞാൻ ഉടനെ എത്തിക്കോളാം. ആ ശരി. സാർ, അവിടെയെങ്കിലും സാർ. നാശം, ഇടങ്ങേറായില്ല. ആ ചെന്ന് കയറ്. വണ്ടി എടുക്ക്. സർ, അവിടെയെങ്കിലും സർ. എല്ലായിടത്തും നോക്കിയോ? എല്ലായിടത്തും നോക്കി. ഇനി വല്ല വണ്ടിക്കും തലവെച്ചെന്ന് എങ്ങനെ അറിയാം?
ഇനിയിപ്പോ രാവിലെ ആവട്ടെ വെച്ചേ, അപ്പൊ വല്ല വിവരവും കിട്ടുമെന്ന് നോക്കാം. മെനക്കെട്ട പരിപാടിയായി പോയി. പുതിയ കുറ്റിയെടുത്തിട്ട് ആഴ്ച ഒന്നായില്ല, അതിനു മുമ്പ് അത് കാലിയാക്കി. ദേ ഇക്കണക്കിന് പോയ ആ പെണ്ണും പിള്ളേയും കെട്ടിയവനും കൂടി വീട് മുടിപ്പിക്കും കേട്ടോ. ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് പെണ്ണുമ്പിള്ള കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങോട്ട് പെരുത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഒന്നും മിണ്ടാൻ പോണ്ട റാഹേലെ. കുറ്റി ശരിയായി വരുന്നത് വരെ ഇവിടെ വിറകുണ്ടെന്നങ്ങ് പറഞ്ഞേക്കണം. ആ മെനക്കേട് ഓർത്തെങ്കിലും പിന്നെ അടുക്കളയിലോട്ട് വരത്തില്ല. ഓ, അതിന് നമ്മൾ വേണ്ടേ കഷ്ടപ്പെടാൻ. കുനിഞ്ഞൊരു ചുള്ളിക്കമ്പ് എടുക്കുകയല്ല പെമ്പർ നോത്തി. എന്റെ മാതാവേ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ 2 മക്കൾക്ക് നീ ഈ ഗതി വരുത്തിയല്ലോ. മാതാവിനെയും കർത്താവിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റാഹേലെ. തുടക്കത്തിലെ പിഴച്ചത് നമുക്കാ. സൂചി കൊണ്ടെടുക്കാനുള്ളതിനെ പാര കൊണ്ടെടുത്തത് നമ്മളല്ലയോടി. ചേരാത്തത് ചേർത്ത് വെച്ച് വിളക്കാൻ നോക്കിയതിന്റെ ഇഫക്റ്റ് ആയതൊക്കെ. രണ്ടുപേരും രാവിലെ നല്ല ജോലിയിലാണല്ലോ. പിന്നെ എന്നതൊക്കെയാ ജോസഫ് വിശേഷങ്ങള്? എന്നാ രണ്ടുപേരുടെ മുഖത്തൊരു വാട്ടം? അതല്ലതാ പൗലോ സാറെ, ഒന്നും അറിയാത്ത പോലൊരു ചോദ്യം. ഞങ്ങളുടെ മുഖം വാടിയും കോടിയൊക്കെ ഇരിക്കുന്നെങ്കിലേ അതിന് കാരണക്കാരൻ നിങ്ങളൊക്കെ തന്നെയാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എല്ലാം കൂടി എന്റെ നെഞ്ചിനകത്ത് കിടന്ന് വിങ്ങുക. എന്നാലും പൗലോ സാറെ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. അതിനുവേണ്ടി എന്നാ ദ്രോഹമാ ഞാനും ഇരിയാനും ഒക്കെ നിങ്ങളോട് ചെയ്തത്. അതെന്താ റാഹേൽ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്നാ ചതി ചെയ്തെന്നാ പറയുന്നേ? വേണ്ട സാറേ, ചെയ്തതും ചെയ്യിപ്പിച്ചതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ക വിട്ട് നിരത്താതിരിക്കുന്ന നല്ലത്. എന്നാലും സാറൊരു കാര്യം ഓർക്കണമായിരുന്നു. ഞങ്ങളുടെ ചെറുക്കന്റെ സന്തോഷം തല്ലിക്കെടുത്തിട്ടാ അവനെ ഞങ്ങൾ നിങ്ങളുടെ മോളെ കൊണ്ട് കെട്ടിച്ചത്. അതും ആ കൊച്ചൊരു ജയിൽ പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടുകൂടി ആ ഞങ്ങളോട് നിങ്ങളുടെ കുടുംബക്കാര് ഈ ചതി കാണിക്കരുതായിരുന്നു. അതൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റുപറ്റിയത് നമുക്ക് തന്നെയാ. ബന്ധുക്കളാണെന്ന് കരുതി കൊണ്ടുവന്ന ആലോചന കണ്ണുമടച്ചു വിശ്വസിച്ചത് നമ്മുടെ തെറ്റ് തന്നെയാ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞ് വെറുതെ പല്ലട കുത്തി നാറ്റിക്കാന്നുള്ളതല്ലാതെ വേറെന്താ പ്രയോജനം? പൗലോ സാർ എന്തിനാ വന്നത്? അത് പറ. വന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ജോസഫേ. ആദ്യം റാഹേൽ പറഞ്ഞതിനുള്ള മറുപടി പറയട്ടെ. എന്റെ മോള് ജയിൽ പുള്ളിയാണെന്ന് അറിഞ്ഞു വെച്ച് നിങ്ങളെന്തോ ഔദാര്യം ചെയ്ത മട്ടിലാണല്ലോ സംസാരിച്ചത്. സമ്മതിച്ചു, എന്റെ മോൾക്ക് അങ്ങനെ ഒരു ലേബൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. എന്ന് വെച്ച് നിങ്ങളുടെ മോൻ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ റാഹേലെ. അതെന്താ അങ്ങ് വിട്ടുകളഞ്ഞേ? വേണ്ട, ജോസഫ് പറഞ്ഞ പോലെ അതൊക്കെ നമുക്കങ്ങ് വിടാം. പിന്നെ നിങ്ങളുടെ പെങ്കൊച്ചിന്റെ കാര്യം, അത് നിങ്ങൾ കരുതും പോലെ ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. പണ്ടത്തെ ഒരു പരിചയക്കാരന്റെ മോനാണല്ലോ, കുഴപ്പക്കാരനായിരിക്കില്ലല്ലോ എന്ന് വിശ്വാസത്തിന്റെ പുറത്താ ഞാൻ ഈ ബന്ധം കൊണ്ടുവന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങളെന്ന് എനിക്ക് ഇപ്പോഴല്ലേ ബോധ്യമായത്. ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളായിരുന്നു സാറേ. സത്യത്തിൽ അവന് വേലയും കൂലിയും വല്ലതും ഉണ്ടോ? ഗൾഫിലായിരുന്നെന്ന് പറയുന്നതിൽ വല്ല സത്യമുള്ള കാര്യമാണോ? അവന്റെ അപ്പന്റെ അമ്മയുടെ നിലവാരം വെച്ച് നോക്കുമ്പോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് പണിയില്ലെങ്കിൽ പോലും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. എന്നാ തല്ലുപിടിയായിട്ട് നടക്കാന്ന് പറഞ്ഞ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാടോ. അതിനുള്ള വഴിയും ഞാൻ ദാ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നതാ, നീ ഇവരോട് സംസാരിച്ചില്ലായിരുന്നോ? കേട്ടോ ജോസഫേ, ആ പയ്യന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവന്റെ ഈ തല്ലിപ്പൊളിത്തരമൊക്കെ മാറ്റിയെടുത്ത് നല്ല മിടുമിടുക്കനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തിത്തരാം. വേണ്ട, അതിനു വേണ്ടി നീ ബുദ്ധിമുട്ടണമെന്നില്ല. ചെയ്തു തന്ന സഹായങ്ങളൊക്കെ ധാരാളമല്ലേ. നീ ചുമ്മാ പിണങ്ങലിടാൻ വരുമോനെ. അറിഞ്ഞു വെച്ചോണ്ട് ചെയ്തൊന്നല്ലോ. പറ്റിപ്പോയൊരബദ്ധം ഞാനായിട്ട് തിരുത്തുമെന്ന് പറയുകയും ചെയ്തല്ലോ. പിന്നെ എന്നതാ, ഇപ്പൊ ഞാൻ വന്നത് എന്റെ മരുമോനോട് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കാനാ. നീ ഒന്ന് വന്നേടാ മോനെ. വേണ്ട വേണ്ട, എനിക്കിനി നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അങ്ങനെ വാശി പിടിക്കലടാ മോനെ. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് നിന്നാ ഒന്നിനും ഒരു പരിഹാരമാവില്ല. അതുകൊണ്ട് അവർ ഒത്തുതീർപ്പ് ശ്രമത്തിന് ഞാൻ തന്നെ നേരിട്ട് വന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്നെങ്കിലും നീ ഒന്ന് കേക്കടാവേ. വാ വന്നേ. വേണ്ട, ഇനി ഇക്കാര്യത്തെക്കുറിച്ചൊരു സംസാരം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം ഞാൻ അനുഭവിച്ചു. ഞാൻ മാത്രമല്ല,
ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പാവം പെങ്ങളും വീട്ടുകാരും ഒക്കെ. കഴിയുമെങ്കിൽ എത്രയും വേഗം ജോസൂട്ടിയുടെ കാര്യത്തിൽ അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിത്ത. ആ ഒരു ഉപകാരം മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിനും എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെ എടുത്തടിച്ച പോലൊരു തീരുമാനം എടുക്കാതിരിക്കുന്നതാ ബുദ്ധി. പിന്നെ ജോസൂട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് വേണ്ടെന്ന് വെക്കാൻ ഇപ്പൊ ഞാൻ വിചാരിച്ചാലും പറ്റും. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. ഒന്ന് വേണ്ടാന്ന് വെച്ച് മറ്റൊന്ന് തിരഞ്ഞെടുക്കാൻ നിന്റെ പെങ്ങൾ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, ജോസൂട്ടിയെ പോലെ ഒരാളെ പിണക്കി വിടുന്നതും അത്ര ബുദ്ധിയല്ല. എന്തുകൊണ്ടാണ് നിന്റെ പെങ്ങളെ കളയേണ്ടി വന്നതെന്നൊക്കെ അവൻ വേറെ കഥകൾ ഉണ്ടാക്കി നാട്ടിൽ പറഞ്ഞു പരത്തിക്കൂടുന്നില്ലല്ലോ. അവൾക്ക് വേറെ ബന്ധമുണ്ടായിരുന്നെന്നോ അത് അവൻ കണ്ടുപിടിച്ചെന്നോ? അവനെ പോലൊരുത്തം പറഞ്ഞു വരുത്തുന്ന കഥകളൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മുടെ ഈ നാട്ടുകാര്. എന്റെ പെങ്ങൾ എങ്ങനെയുള്ളവളാണെന്ന് ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതൊക്കെ ഇപ്പോഴത്തെ മൂച്ചനങ്ങ് പറയാവുന്നേ ഉള്ളൂ. കാര്യത്തോടടുക്കുമ്പോഴേ അതിന്റെ കുഴപ്പം മനസ്സിലാക്കാൻ പറ്റൂ. കെട്ടിയൊഴിഞ്ഞൊരു പെണ്ണിനെ, അതും ഒരു വികലാംഗ കൊച്ചിനെ രണ്ടാമത് കെട്ടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. തൽക്കാലം ജോസൂട്ടിയുടെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. ഇപ്പോഴത്തെ അവന്റെ രീതിയും മട്ടുമൊക്കെ മാറ്റിയെടുത്ത് അവനെ ഞാൻ മര്യാദക്കാരനാക്കി നിന്റെ മുന്നിലേക്ക് നിർത്തിത്തരാം. പകരം ഞാൻ നിന്നോട് ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, എന്റെ മോളുടെ കാര്യം. അവിടെയാണ് എനിക്ക് നിന്റെ തീരുമാനം അറിയേണ്ടത്. അതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചതുകൊണ്ട് പരസ്പരം മുഷിയാമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ലെങ്കിൽ. സൈനയുടെ കാര്യത്തില് അന്ന് പറഞ്ഞതൊക്കെ തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. സൈനയുടെ ഭർത്താവാകാനും നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായി കഴിയാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടിയാണ് ജോസൂട്ടിയെ നല്ലവനാക്കി തരാമെന്ന് നിങ്ങളിപ്പോൾ വാക്ക് തരുന്നെങ്കിൽ സോറി, ആ ഓഫർ എനിക്കിനി ആവശ്യമില്ല. ആര് കെട്ടാൻ വന്നില്ലെങ്കിലും അവൾക്ക് ഈ ഏട്ടനുണ്ടാവും മരിക്കും വരെ. എനിക്കറിയാമത്. നിനക്ക് നിന്റെ പെങ്ങൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അത്രയും വിലപ്പെട്ടതാണ് എനിക്കും എന്റെ മോള്. എന്നുവെച്ച് അവള് ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. നിന്റെ എല്ലാ കാര്യങ്ങളും നേരത്തെ അവളെന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ കെട്ട് നടത്താൻ വാശി പിടിക്കില്ലായിരുന്നു. അവളുടെ പിടിവാശിയും മണ്ടത്തരവും കൊണ്ട് അങ്ങനൊരു പറ്റെനിക്ക് പറ്റിപ്പോയി. വിട്ടേക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ സ്വരുമയായിട്ട് ജീവിക്കണം. പൂക്കാടൻ പൗലോസായിട്ടല്ല, സ്വന്തം മകൾക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ കൊതിക്കുന്ന ഒരപ്പം പറയുന്നതായിട്ട് മോൻ കരുതിയാൽ മതി. കഴിഞ്ഞതെല്ലാം മറക്കണം, നിനക്ക് വേണ്ടിയും അവൾക്ക് വേണ്ടിയും. കൊള്ളാം. അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാല്ലേ? പക്ഷെ വൈകിപ്പോയി, വല്ലാതെ വൈകിപ്പോയി. ഇനി ഏതൊക്കെ എങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിന് മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അങ്കിളിനോടോ മോളോടോ ഉള്ള വിരോധം കൊണ്ടല്ല. പറഞ്ഞല്ലോ, എത്ര ശ്രമിച്ചാലും ഞാൻ സൈനയ്ക്കൊരു പെർഫെക്റ്റ് മാച്ച് ആവില്ല. അങ്ങനെ ആവാത്തിടത്തോളം കാലം എന്തിനാ അറിഞ്ഞുകൊണ്ട് പിന്നെ ഒരു വേഷം കെട്ടി രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ദയവീത് അങ്കിൾ ഇന്ന് പിന്മാറണം. അപ്പോ തീരുമാനത്തിന് മാറ്റമില്ല അല്ലേ? ഇല്ല. നിനക്ക് അവളൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ഞങ്ങൾക്കേ അറിയൂ. ഇഷ്ടക്കാരിയായിരുന്നവളിൽ നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് നിന്റെ അപ്പനോ അമ്മച്ചിയോ ഇടവകക്കാരോ അറിഞ്ഞാൽ അതോടെ തീരും നിന്റെ കുടുംബവും. പിന്നെ ഇടവകക്കാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ വരും നിനക്ക് നിന്റെ കുടുംബക്കാർക്കും. അതിനൊന്നും ഇടവരുത്തരുതെന്നേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഇനി എന്നാ വേണോന്ന് നീ മനസ്സിരുത്തി ആലോചിക്കും. കാര്യങ്ങൾ ഇരു ചെവി അറിയാതെ രമ്യമായി പരിഹരിച്ചു പോകണമെന്ന ഇപ്പോഴും എന്റെ ആഗ്രഹം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. പോട്ടടാ. ഗൗരി, എന്താ ഇത്? താൻ ഇങ്ങനെ അപ്സെറ്റ് ആയാലും എങ്ങനെയാ? അന്വേഷണത്തിന്റെ ഭാഗമാകുമ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് പലതും പറഞ്ഞു എന്നും അറിഞ്ഞു എന്നൊക്കെ ഇരിക്കും. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ?
എടോ താൻ ഇങ്ങനെ നെർവസ് ആവല്ലേ ഭാഗ്യക്കുറി. ട്രാക്കിൽ കണ്ട പെൺകുട്ടിയുടെ ബോഡി ചേച്ചിയുടേതല്ലെന്ന് ഉറപ്പായല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? തന്റെ ചേച്ചിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, ഞാനല്ലേ പറയണേ. ഓരോന്ന് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുക. എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ ചെയ്തത്? കണ്ണിൽ എണ്ണയോട് ചെയ്ത നേരം ഞാൻ കാവലിരുന്നതല്ലേ, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ ചേച്ചിക്ക്. ഈശ്വര, ഒരു കുഴപ്പമില്ലാതെ സേഫായി എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. താൻ പറഞ്ഞത് വെച്ച് തന്റെ വീടിന്റെ പരിസരത്തും ഡോക്ടർ ഐസക്കിന്റെ വീട്ടിലൊക്കെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചായിരുന്നു. ആൾ അവിടെയെങ്കിലും ചെന്നിട്ടില്ല. പിന്നെ ഐസക് ഡോക്ടറും ഫാമിലിയും ഔട്ട് ഓഫ് സ്റ്റേഷനുമാണ്. ഇനി ആകെ അന്വേഷിക്കാനുള്ളത് തന്റെ അങ്കിളുടെ വീട്ടിൽ മാത്രമാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടേക്കൊന്ന് പോയാലോ? ചേച്ചി അവിടെ പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അഥവാ അവിടെ ചെന്നാലും അങ്കിൾ ആ വിവരം എന്നെ വിളിച്ചറിയിച്ചേനെ. ഇവിടെ എങ്ങും അല്ലാത്ത ഏതെങ്കിലും ഒരിടത്തേക്കാവും ചേച്ചി പോയിട്ടുണ്ടാവുക. ചേച്ചിയുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് തനിക്ക് നേരിട്ട് പരിചയമുണ്ടോ? എങ്കിൽ ആ വഴിക്ക് കൂടെ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. എനിക്ക് അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല. ചേച്ചിയുമായി ബന്ധപ്പെട്ട ആകെ ഒരാളെ എനിക്കറിയൂ, അത് അയാളെയാ. ആരെ? ഓ ഓക്കെ ഓക്കെ, ആ അലൻ ജോസഫ് അല്ലേ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ഭാഗ്യക്കുറി. ഞാൻ ചെന്ന് അയാളെ കണ്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞാലോ? എന്തായാലും റിയാക്ഷനൊന്നും നമുക്കറിയാലോ. അത് മാത്രമല്ല, അതുകൊണ്ട് വേറെയും ഗുണമുണ്ട്. ചേച്ചി ഒരുപക്ഷെ പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലത്തെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയാലോ? ഇല്ല ശങ്കർ, എന്റെ ഒരു ഊഹം വെച്ച് ചേച്ചി അയാളുമായി കണക്ഷനുള്ള ഒരിടത്തേക്കും പോകാൻ ചാൻസ് ഇല്ല. അത്രയേറെ വെറുക്കുന്നുണ്ട് ചേച്ചി അയാളെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളത് തന്റെ ചേച്ചി പെട്ടെന്നെടുത്തൊരു തീരുമാനമൊന്നും അല്ല. പറ്റിയൊരു അവസരത്തിന് വേണ്ടി ഗായത്രി കാത്തിരിക്കായിരുന്നു എന്ന് വേണം കരുതാൻ. പിന്നെ താനെന്ന് സ്റ്റേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേ നല്ല ടയർഡാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാ ആ രാത്രി തന്നെ ആളിവിടുന്ന് മുങ്ങാമെന്ന് ഉറപ്പിച്ചത്. അയ്യോ, വീട്ടിൽ നിന്ന് അമ്മയാ, എന്നെ കാണാത്തോണ്ടാവും. ഹലോ അമ്മേ. ആ കാത്തു ആണോ? എന്താ കാത്തു? ഞാനിവിടെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാ. ഞാൻ വരാം, അതിനു വേണ്ടി നേരമൊന്നും ആയില്ലല്ലോ. കാത്തു, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് നിൽക്കുമല്ലേ. ആ ശരി ശരി, ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഈ അമ്മമ്മയുടെ ഒരു കാര്യം, രാവിലെ ഇറങ്ങിയപ്പോഴേ പുള്ളിക്കാരി വാണിംഗ് തന്നാ വിട്ടത് വൈകിട്ട് നേരത്തെ ചെല്ലണമെന്ന്. ഇന്ന് കാത്തൂനെ കൊണ്ട് ശിവന്റെ അമ്പലത്തിൽ പോകാന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. ഇനി നോക്കിക്കോ, ഒരു 5 മിനിറ്റ് കൂടുമ്പോ എന്നെ വിളിച്ചോണ്ടിരിക്കും. എന്നാ ഇയാള് പൊയ്ക്കോ. അമ്മൂമ്മയും അമ്മയൊക്കെ കാത്തിരുത്തി വെറുതെ മുഷിപ്പിക്കണ്ട. ഇയാളെ ഇവിടെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോവാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. ഒറ്റയ്ക്കാകുമ്പോ ഇയാള് വേണ്ടാത്തൊക്കെ ഓരോന്ന് ആലോചിച്ചൂട്ടി മനസ്സ് വെറുതെ വിഷമിപ്പിച്ചോണ്ടിരിക്കും. അത് സാരില്ല, പൊയ്ക്കോളൂ. സമാധാനമായിട്ടിരിക്കണം. ഇയാൾക്ക് ദോഷം വരുന്ന ഒന്നും ദൈവം വരുത്തില്ല. പിന്നെ ഇയാൾ ഒറ്റയ്ക്കല്ലെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അയ്യോ, ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തത്. ഉച്ചയ്ക്ക് അമ്മ എനിക്ക് കഴിക്കാൻ തന്നു വിട്ടതേ അത് അതേപടി തന്നെ ഇരിക്കുക. അലച്ചിനിടയിലെ കഴിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. അത് ഞാൻ ഭാഗ്യക്കുറിക്ക് തരാം. വേണ്ട വേണ്ട ശങ്കർ, അത് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. അതെന്താ, എന്റെ അമ്മ വെച്ചതൊന്നും കഴിക്കില്ലെന്ന് വാശിയുണ്ടോ ഇയാൾക്ക്? നല്ല കുട്ടിയായിട്ട് ഇതിവിടെ ഇരുന്ന് കഴിച്ചോണം. എന്നിട്ട് എന്റെ രുക്മിണിയമ്മയുടെയും കാത്തൂന്റെയും കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നാളെ ഞാൻ വരുമ്പോ പറയണം. കേട്ടല്ലോ? വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഇയാള് അടുത്തിടയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ, ഒരു ഹോംലി ഫീൽ. ഒക്കെ ശരിയാവൂടോ ഭാഗ്യക്കുറി. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കാറില്ലേ നാളെ ഇതിലും നല്ലൊരു ദിവസമായിരിക്കണമെന്ന്. ചിലപ്പോൾ നാളെ ആയിരിക്കും നമ്മുടെ ആ നല്ല ദിവസം. ആ പ്രതീക്ഷയിൽ സമാധാനത്തോടെ ഇരിക്കണം. അപ്പോഴേ നമുക്ക് നാളെ കാണാം.